ഇതിനു മാത്രം എന്ത് പ്രത്യേകത ഉള്ളതെന്നൊന്നും അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടും കൂടിയേ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. 2-3 ദിവസം കൊണ്ടിട്ട് യൂട്യൂബ് തുറക്കുമ്പോൾ ദാ ഈ ഒരു ഐറ്റമാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോൾ വലിയ ക്ഷാമമൊന്നുമില്ല, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെ. ഏത്തക്കയാണ് ഇതിലെ മെയിൻ താരം. അപ്പോൾ പിന്നെ ഒട്ടും വൈകിച്ചില്ല, ഇന്ന് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഏത്തക്ക കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചു. തിള വന്നതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്തു. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ആ സമയത്ത് നല്ലൊരു മണമായിരുന്നു. അതിനുശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തു. അവസാനം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് കഴിക്കുന്നതിന് കൊണ്ടൊരു രീതി, എല്ലാവരും വാഴയില വെട്ടിയത് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഇതിൻ്റെ ടേസ്റ്റാട്ടോ. ഇത് ഇങ്ങനെ കഴിച്ചാലല്ല, ഇതിൻ്റെ കൂടെ 2 പപ്പടം കൂടെ കൂട്ടി കഴിക്കണം. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത് നന്നായി, അല്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ. ഇതൊക്കെയാണ് മെയിനെങ്കിലും ഇതിലെ താരം ഈ പപ്പടം ആട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്തായാലും സംഭവം കിട്ടും. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. ഇത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. കാര്യം ഒരു രക്ഷയുമില്ല ഇതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഇല ഫിനിഷ്.